ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഒരുപാട് വർഷങ്ങളായിട്ട് നാം കേട്ടുകൊണ്ടിരിക്കുന്ന പള്ളിച്ചട്ടമ്പി ഷൂട്ടിങ്ങിന് ഇന്ന് തുടക്കമായിരിക്കുകയാണ്. ഡിജോ ജോസ് ആന്റണിയുടെ സംവിധാനത്തിൽ ടൊവിനോ നായകനെത്തുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഇന്ന് തൊടുപുഴയിലാണ് ആരംഭിക്കപ്പെട്ടിരിക്കുന്നത്. പൂജ ഒരുപാട് മാസങ്ങൾക്ക് മുന്നേ തന്നെ നടന്നതാണ്. തമിഴിൽ ഈ വർഷം വലിയ തരംഗം സൃഷ്ടിച്ച ഡ്രാഗൺ നായിക കയ്യാതു ലോഹർ വീണ്ടും മലയാളത്തിലേക്ക് ഈ സിനിമയിലൂടെ എത്തുകയാണ്. കൂമന് ശേഷം ആസിഫ് അലി ജിത്തു ജോസഫ് കോംബോ ഒരുമിക്കുന്ന സിനിമയാണ് മിറാഷ്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അങ്ങനെ ഇന്ന് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നാളെ അപ്ഡേറ്റ് വരുമെന്നൊക്കെ അറിയിച്ച മിറാഷ് അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് ഈ കാണുന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്ററായിട്ട് വന്നിരിക്കുന്നു. ആസിഫിന്റെ നായിക വേഷത്തിൽ സിനിമയിൽ അപർണ ബാലമുരളി എത്തുന്നു. ഈ വർഷം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. പ്രേമലുവിന് ശേഷം അമിതാഭ് ബൈജു അന്യഭാഷയിലേക്ക് ചേക്കേറിയിരുന്നല്ലോ. ഇപ്പോഴത്തെ മലയാളത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു. സംഗീത പ്രതാപം അമിത കോംബോയിൽ വരാനിരിക്കുന്ന സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിരിക്കുന്നു. ആഷിഖ് ഉസ്മാനാണ് സിനിമ നിർമ്മിക്കുന്നത്. ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമയുടെ വൻ വിജയത്തിന് ശേഷം വിപിൻ ദാസ് പൃഥ്വിരാജ് കോംബോയിൽ വരാനിരിക്കുന്ന മലയാളം സിനിമയാണല്ലോ സന്തോഷ് ട്രോഫി. സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ 90-ലധികം ദിവസത്തെ ഷൂട്ട് ഈ സിനിമയ്ക്കുമുണ്ട്. വരുന്ന സെപ്റ്റംബർ അവസാനത്തോടെയോ അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യ ആഴ്ചയോടെ ആയിരിക്കും സന്തോഷ് ട്രോഫിയുടെ ഷൂട്ട് ആരംഭിക്കുക. അതിനു മുന്നേ നോബഡി എന്ന സിനിമയുടെ പൃഥ്വിരാജിന്റെ സിനിമയുടെ ഷൂട്ട് പൂർത്തീകരിക്കുന്നതാണ്. കൂലി എന്ന സിനിമയുടെ അപ്ഡേറ്റുകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. രജനീകാന്ത് നായകനെ എത്തുന്ന ലോകേഷ് സംവിധാനം ചെയ്യുന്ന സിനിമ ഓഗസ്റ്റ് 14-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്നു. സിനിമയിലെ അനിരുദ്ധിന്റെ മ്യൂസിക് വീഡിയോ മറ്റന്നാൾ ജൂൺ 25-ാം തീയതി വൈകിട്ട് 6 മണിക്ക് റിലീസ് ആകുമെന്നൊരു ഒഫീഷ്യൽ പ്രഖ്യാപനമാണ് ഇന്ന് വന്നിരിക്കുന്നത്. വീഡിയോയിൽ അവസാനത്തെ അപ്ഡേറ്റ് ഹൃദയപൂർവ്വം അപ്ഡേറ്റ് ആണ്. ഓഗസ്റ്റ് 28-ാം തീയതി ഓണത്തിന് ഒരാഴ്ച മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സത്യനന്ദിക്കാടിന്റെ ലാലേട്ടൻ സിനിമയാണല്ലോ ഹൃദയപൂർവ്വം. ഇപ്പോഴത്തെ സിനിമയുടെ ഒരു വൻ അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനിയും 2 മാസത്തിലധികം സമയം ബാക്കിയുള്ളപ്പോൾ സിനിമയുടെ OTT സാറ്റലൈറ്റ് അവകാശങ്ങൾ പൂർണ്ണമായിട്ടും വിറ്റഴിച്ചിരിക്കുകയാണ്. പതിവ് ലാലേട്ടൻ സിനിമകളുടെ അതേ രീതിയിൽ ജിയോ ഹോട്ട്സ്റ്റാർ സിനിമയുടെ OTT അവകാശങ്ങളും സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏഷ്യനെറ്റും സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ വർഷം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ചില പ്രമുഖ നടന്മാരുടെ പല മലയാളം സിനിമകളും മാസങ്ങൾ കഴിഞ്ഞിട്ടും തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് OTT സാറ്റലൈറ്റ് അവകാശം വിറ്റഴിച്ചിട്ടില്ല. അവിടെയാണ് വീണ്ടും ഒരിക്കൽ കൂടി ലാലേട്ടൻ പവർ, അതും ഹൃദയപൂർവ്വം എന്ന നിലവിൽ ഹൈപ്പൊന്നും ഇല്ലാത്ത സിനിമയുടെ പേരിൽ കാണുന്നത്. കാത്തിരിക്കൂ കൂടുതൽ വാർത്തകൾക്ക്.